ഹായ് ഫ്രണ്ട്സ്, അവോധയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പരീക്ഷക്കാലമാണ് വരാൻ പോകുന്നത്. 2024 എന്ന് പറയുന്നത് ഒട്ടനവധി വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആദ്യം LDCയുടെ നോട്ടിഫിക്കേഷൻ വന്നു, അതിനുശേഷം LGSൻ്റെ വന്നു, പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് LSGS, അങ്ങനെ തുടങ്ങി ഒട്ടനവധി നോട്ടിഫിക്കേഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ്റെ ഒരു വലിയൊരു 76ഓളം മേഖലകളിലേക്ക് നോട്ടിഫിക്കേഷൻ പുതിയതായിട്ട് വരുന്നു എന്നൊക്കെ നമ്മൾ കാണുകയുണ്ടായി. എനിക്കൊന്ന് LDCയുടെ നമുക്ക് ജനുവരി 3-ാം തീയതി അതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ദിവസം അവസാനിക്കുമ്പോൾ LGSൻ്റെത് ജനുവരി 18-ാം തീയതിയാണ് അവസാനിക്കാൻ പോകുന്നത്. അങ്ങനെ ദിവസങ്ങൾ, എനിക്കൊന്ന് മണിക്കൂറുകൾ നിൽക്കുന്ന ഒരു അവസരത്തിലാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയങ്ങളിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ LDCയും LGSും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു പരീക്ഷ കലണ്ടർ വരെ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? പരീക്ഷ കലണ്ടർ വരെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വർഷത്തിൽ 2024 എക്സാമിൻ്റെ പരീക്ഷ കലണ്ടർ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും, ഏകദേശം ജൂൺ തൊട്ട് ഏകദേശം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെ നീളുന്ന LDCയുടെയും, അതേപോലെ തന്നെ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ എന്ന് പറയുന്ന ഒരു സമയം നമുക്ക് LGSൻ്റെയും, അങ്ങനെ തുടങ്ങി എല്ലാ വിഭാഗം പരീക്ഷകളുടെയും കലണ്ടറുകൾ വന്നു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അതിലേറ്റവും പ്രത്യേകതയുള്ളത് LDCക്കും LGSനും ഒറ്റത്തവണ എക്സാം എന്നുള്ളൊരു കാര്യമാണ്. ഒട്ടനവധി കുറച്ച് നാളുകളായിട്ട്, വർഷങ്ങളായിട്ട് കാത്തിരിക്കുകയാണ് ഈ പ്രിലിംസും മെയിൻസും ഒന്നും ഇല്ലാതെ ഒറ്റത്തവണ എക്സാമുകളിലേക്ക് നമുക്ക് പഴയ ഒരു രീതിയിലേക്ക് പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ആഗ്രഹത്തിന് സഫലീകരണമാണ് ഇപ്പോൾ നമുക്ക് PSC നമ്മുടെ മുൻപിലേക്ക് തന്നിരിക്കുന്ന ഒറ്റത്തവണ എക്സാം എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒറ്റത്തവണ എക്സാം കൊണ്ടുള്ള ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ തവണ തന്നെ, അതായത് ആദ്യത്തെ നമ്മൾ എക്സാം കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു 90% മാർക്കിൽ എത്തുന്നവർക്ക് എന്തായാലും റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റും. റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത 2025 ഏകദേശം ഈ എക്സാം കഴിഞ്ഞിട്ട് 2025 ഏപ്രിൽ, മെയ് ഒക്കെ ആവുന്ന സമയത്തേക്ക് റാങ്ക് ലിസ്റ്റ് മുൻപോട്ട് വരികയും ആ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത 2025 ഈ പറഞ്ഞ കാലാവധി അവസാനിക്കാൻ പോകുന്ന കാലഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുമ്പോൾ ഉടൻ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റിലേക്കുള്ളത് ആളുകളുടെ ജോയിനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുമെന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നോട്ടിഫിക്കേഷൻ കൊണ്ട് അറിയാൻ പറ്റിയത്. അതായത് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ, അതായത് കഴിയുമ്പോൾ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരും എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ എന്തായിരിക്കും പ്രത്യേകത? നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ബാക്കിയുള്ള നമ്മളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ കാത്തു നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ LDCയും അല്ലെങ്കിൽ LGSനെയും കൂട്ടിച്ചേർത്ത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇത് തമ്മിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലിയിലേക്ക് പ്രവേശിച്ച ഒരു കാര്യം തന്നെയാണ് LDC, LGS എന്ന് പറയുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 10,000-ഓളം ആളുകൾക്ക് ജോലി ലഭിക്കുകയുണ്ടായി എന്നൊരു കാര്യം, വലിയൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഇനിയും ഇത് അപ്ലൈ ചെയ്യേണ്ട സ്ഥലങ്ങളെ പറ്റി പറയും, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനാണ്. ഇപ്പോൾ തന്നെ LDCയുടെ അപ്ലൈ ചെയ്തപ്പോൾ പല ആളുകളും പലയിടത്തും അന്വേഷണമാണ്, പത്തനംതിട്ട വേണോ, അല്ലെങ്കിൽ ഇടുക്കി വേണോ, കാസർഗോഡ് വേണോ, പലതരത്തിലുള്ള സംശയങ്ങളായിരുന്നു. എന്തായാലും നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ അപ്ലൈ ചെയ്ത് ഏത് ജില്ല ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പക്ഷേ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക എന്നുള്ളതാണ് ഏറ്റവും നമ്മുടെ ഒരു ടാർഗറ്റ് അല്ലേ? ഏറ്റവും വലിയ അല്ലെങ്കിൽ ജില്ലകൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വലിയ ഭൂപ്രകൃതിയിൽ ഏറ്റവും വലിയ ജില്ലകളെ കണക്കാക്കുമ്പോൾ നമുക്ക് പാലക്കാടോ, മലപ്പുറമോ, ഇടുക്കിയോ, നിങ്ങൾ ഇഷ്ടപ്പെട്ട ആയിക്കോട്ടെ, അവിടെ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് സെക്ടറുകൾ ഏറ്റവും കൂടുതലുണ്ട്, അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്താൽ പ്രയോജനം ഉണ്ടാകും എന്നൊക്കെ നമ്മൾ ചിന്താഗതിയിൽ പോയി അപ്ലൈ ചെയ്തിട്ട് ഒരു റാങ്ക് ലിസ്റ്റിൽ പോലും വരാം, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ഒരു 5000-നകത്ത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ മിനിമം 100-നകത്തെങ്കിലും വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് മിനിമം 100-നകത്തെങ്കിലും വരണമെങ്കിൽ കട്ട് ഓഫ് എന്തായാലും നല്ല രീതിയിൽ മുകളിൽ തന്നെ ആയിരിക്കും. ഒരു 75 എബോവ് കട്ട് ഓഫ് എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും ഇല്ല എന്നുള്ള കാര്യം പറയാൻ പറ്റും. കാരണം നമ്മളുടെ മെയിൻ സിലബസ് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സിലബസ് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നിങ്ങൾ കണ്ടു, പ്രിലിംസിൻ്റെ പോലെയല്ല, മെയിൻസിൻ്റെ എക്സാം സിലബസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കട്ട് ഓഫ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നല്ല രീതിയിൽ കട്ട് ഓഫ് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 90 എബോവ് മാർക്ക് നിങ്ങൾക്ക് മേടിച്ച് അല്ലെങ്കിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ഏകദേശം ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 3 വർഷമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 3 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ
ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിയാലേ പറ്റത്തുള്ളൂ. നമുക്കിനി സമയം അധികമില്ല അല്ലേ, സമയം കുറവും ദൂരം കൂടുതലുമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പലരുടെയും അനുഭവം അതൊക്കെ തന്നെയാണ്. കാരണം ദിവസവും നമ്മൾ പഠിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പഠനത്തിന് കുറവൊന്നുമില്ല, ഡെയിലി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പഠന രീതി കൃത്യമായിട്ടാണോ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ട സമയമാണ്. കാരണം നിങ്ങൾ പഠിക്കുന്ന രീതിക്കകത്ത് ഒരു പക്ഷേ നിങ്ങൾ മാറ്റം വരുത്തേണ്ട സമയം തന്നെയാണെന്ന് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്തായാലും നമ്മളുടെ രീതി, അതായത് PSC ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന രീതി കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട് അല്ലേ. നമ്മൾ 2018 അല്ലെങ്കിൽ 2020 എഴുതിയ രീതിയിലല്ല, സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലാണ് ഇപ്പോൾ കൂടുതൽ എക്സാം വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ വരുമ്പോൾ PSC ഒരു മാറ്റം കൊണ്ടുവന്നു. ആ മാറ്റം നമ്മളും വരണ്ടേ? കാരണം പഠന രീതിക്ക് അത് മാറ്റം വരുത്തണ്ടേ? പലരും പറയാറുണ്ട് റാങ്ക് ഫയലുകളൊക്കെ വെച്ച് നമ്മൾ കണ്ട് ശരിക്കും പഠിച്ചിട്ടുണ്ട്, ഇല്ല പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ചിട്ടൊക്കെ ബൈഹാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസ് റാങ്ക് ഫയലുകളോ ഇല്ലെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ചിരുന്ന രീതിയിലോ ഒന്നുമല്ല എന്നുള്ള പലരും പറയാറുണ്ട്. എക്സാമുകൾ കഴിയുമ്പോൾ പല വിദ്യാർത്ഥികളും നമ്മളിപ്പോൾ പറയാറുണ്ട്. ഇതിനൊക്കെ കാരണം എന്താണ്? ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഈ മാറ്റം നമുക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ഔട്ട് ഓഫ് സിലബസിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സിലബസ് ഇപ്പോൾ ഗവൺമെൻറ് നമുക്ക് തരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ കേരള സർക്കാർ അല്ലെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നമുക്ക് സിലബസ് തരുന്നുണ്ട്. ഈ സിലബസ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൻ്റെ ഇടം നേടുന്ന ഒരു ട്രെൻഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിലബസ് ബേസ്ഡ് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ. പണ്ട് നമ്മൾ പറയാറുണ്ട് അവിയൽ പരുവത്തിലാണ് പഠിക്കുന്നില്ല, സാമ്പാർ പരുവത്തിലാണ് പഠിക്കുന്നത്. കാരണം എല്ലാം എടുത്തിട്ട് പഠിക്കും. കാരണം ജനറൽ നോളജ് പഠിക്കുമ്പോൾ കറണ്ട് അഫെയർ പഠിക്കണം, ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ മാത്തമാറ്റിക്സ് പഠിക്കണം. അയ്യോ മറന്നുപോയി, എനിക്കൊന്നും ഓർമ്മയില്ല. ഇങ്ങനെ മാറി 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 നിങ്ങൾ പഠിക്കും. ഇതിൻ്റെ ഒരു ദോഷഫലം എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം നോക്കുമ്പോൾ ബിഗ് സീറോ ആയിരിക്കും. നിങ്ങൾക്ക് ഒന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അടുക്കും ചിട്ടയായിട്ടുള്ള പഠന രീതി നമുക്ക് ആവശ്യമാണ്. 1. രണ്ടാമത്തെ കാര്യം, സിലബസ് ബേസിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. 3. നമുക്ക് എന്തറിയാം എന്നുള്ള ഒരു ആത്മപരിശോധന നടത്തിയിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് അത് മാത്രം പഠിക്കുക. ഞാനിങ്ങനെ പറയാൻ കാരണം മറ്റൊന്നും കൊണ്ടല്ല. നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സെക്ഷൻ തന്നെ എടുക്കുകയാണെങ്കിൽ ഗ്രാമറും ഉണ്ട്, വൊക്കാബുലറി ഉണ്ട് അല്ലേ. ഗ്രാമറും വൊക്കാബുലറി ഉണ്ട്. ഒരു പക്ഷേ എല്ലാവർക്കും വൊക്കാബുലറിയെ പറ്റി കൂടുതൽ അറിയാമെങ്കിൽ ഗ്രാമർ ചിലപ്പോൾ വീക്ക് ആവാം, അല്ലെങ്കിൽ ഗ്രാമർ അറിയാവുന്നവർക്ക് വൊക്കാബുലറി വീക്ക് ആവാം. പക്ഷെ നമ്മൾ പഠിക്കുന്ന രീതിയിൽ എങ്ങനെയാണ്? ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒറ്റ സെഷനിൽ നമ്മൾ പഠിച്ചു തീർക്കും. അവിടെ ഗ്രാമർ ഏതാണെന്ന് വൊക്കാബുലറി ഏതാണെന്ന് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല, പഠിച്ചു പോവുകയാണ്. ഇതിൻ്റെ ദോഷഫലം വരുന്നത് നമുക്ക് എക്സാം ഹാളിൽ വരുമ്പോഴാണ്. ഇതേപോലെ തന്നെയാണ് നമുക്ക് മാത്തമാറ്റിക്സിലും ഇതേ അവസ്ഥ തന്നെയാണ് വരാറുള്ളത്. അങ്ങനെ തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലും ഇത് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവബോധം നൽകുന്നത് മറ്റൊരു രീതിയിലാണ്, പഠന രീതിയാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത്. അതായത് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മാത്രമേ നൽകുന്നുള്ളൂ. സിലബസ് ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് 10 സിലബസുകളായിട്ട് ഞങ്ങൾ തരംതിരിച്ചിട്ടുണ്ട്. 10 സിലബസിനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് വൊക്കാബുലറിയും ഗ്രാമറും വരുന്നുണ്ട്. അതേപോലെ മാത്തമാറ്റിക്സിൽ മെൻ്റൽ എബിലിറ്റി നമ്മൾ സെപ്പറേറ്റ് ആണ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്, അരിത്തമെറ്റിക്കും സെപ്പറേറ്റ് ആണ്. അപ്പോൾ മാത്തമാറ്റിക്സ് തന്നെ 2 രീതിയിൽ മാറ്റിയിരിക്കുകയാണ്. സിമ്പിൾ എബിലിറ്റി, മെൻ്റൽ എബിലിറ്റിയും സിമ്പിൾ അരിത്തമെറ്റിക്കും എന്ന് പറഞ്ഞാൽ 2 വിഭാഗങ്ങളാണ്. കാരണം പറയാം. ഇനിയും സയൻസ്, അതേപോലെ ജോഗ്രഫി, ഹിസ്റ്ററി, മലയാളം, അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷുണ്ട്. അപ്പം ഇത്രയും കാറ്റഗറി വരുന്നതിന് പുറമെ ഒരു സ്റ്റഡി കിറ്റ് ഞങ്ങൾ നൽകുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ കാറ്റഗറി തിരിച്ചിട്ട് തരുന്നത്? ഒറ്റ സ്ട്രക്ചറിൽ നമുക്ക് ക്ലാസ് പോയാൽ പോരെ എന്ന് ചോദിക്കും. ആക്ച്വലി അങ്ങനെയല്ല പഠിക്കേണ്ടത്. കാരണം നമ്മൾ നേരത്തെ എങ്ങനെയാണ്, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വീട്ടിൽ പണ്ടൊക്കെ സ്കൂളിൽ എങ്ങനെയാണ് ഓരോ വിഷയങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ഇംഗ്ലീഷിന് 1, ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് ടീച്ചർ കഴിഞ്ഞാൽ നമുക്ക് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നു, അതുപോലെ സയൻസ് പഠിപ്പിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമ്മളെ പഠിപ്പിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതേപോലെ തന്നെയാണ് നമ്മൾ പഠിക്കുന്ന രീതിക്കകത്ത് ഞാൻ കാര്യമാണ് പറയുന്നത്. അപ്പോൾ മാറ്റങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് ഇവിടെയും പഠിച്ചു വരേണ്ടത്. കാരണം സെക്ഷൻ വൈസ് സെക്ഷനായിട്ട് പഠിക്കണം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ലപോലെ അറിയാമെങ്കിൽ മാത്തമാറ്റിക്സ് നിങ്ങൾ വീക്കായിരിക്കും. മാത്തമാറ്റിക്സ് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. അതല്ലെങ്കിൽ സയൻസിൽ നിങ്ങൾ വീക്കാണെങ്കിൽ സയൻസ് നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ പഠിക്കുക. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീക്ക് പോയിന്റ് എവിടെയാണോ അതിനെ ബേസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഒരുപക്ഷെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് മാത്തമാറ്റിക്സ് ഏതോ ബാലികേറാമല എന്നൊക്കെ പറഞ്ഞ ലെവലിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപക്ഷെ പലർക്കും സിമ്പിൾ അരിത്തമെറ്റിക് പോലെ ആയിരിക്കില്ല മെൻ്റൽ എബിലിറ്റി വരുന്നത്. കാരണം ഈ സ്പീഡും അതേപോലെ ക്ലോക്കിൻ്റെ ടൈം, അങ്ങനെ ഡിസ്റ്റൻസ്, ഇതൊക്കെ നമുക്ക് ഒരുപക്ഷെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇക്വേഷൻ രൂപയിലെയും ഇല്ലെങ്കിൽ വളരെ സിമ്പിൾ രീതിയിൽ തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും.
അപ്പോൾ അതിന് കോഡുകൾ ബേസ് ആയിട്ട് നമുക്ക് പഠിച്ചാൽ മാത്രമേ നമുക്ക് മൈൻഡിൽ മനസ്സിരിക്കത്തുള്ളൂ. ഈ രീതിയിലാണ് നമ്മൾ പഠിപ്പിച്ച് വരുന്നത്. അങ്ങനെ പഠിച്ചാലേ നമുക്ക് പ്രയോജനമുള്ളൂ. അപ്പോൾ 10 സിലബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതിലാണോ നിങ്ങൾക്ക് ആവശ്യം കൂടുതൽ ടൈം അതിൽ സ്പെൻഡ് ചെയ്യേണ്ടത് അത് മാത്രം എടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. മലയാളമാണെങ്കിൽ മലയാളം ഗ്രാമറും നല്ല രീതിയിൽ പഠിച്ചു വരിക. ഇംഗ്ലീഷിനകത്ത് നിങ്ങൾക്ക് വൊക്കാബുലറി ആണെങ്കിൽ വൊക്കാബുലറി അങ്ങനെ നിങ്ങൾ പഠിച്ചു വരിക. ഈ രീതിയിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഒരു സ്റ്റഡി കിറ്റും നൽകുന്നുണ്ട്. സ്റ്റഡി കിറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് വരുന്നത് റെഫർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് സ്റ്റഡി കിറ്റ് നൽകുന്നത്. കാരണം നമുക്ക് എല്ലാ വിഭാഗത്തിലും പഠിച്ചാൽ മാത്രമേ നമുക്ക് വിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ കാരണം മറ്റൊന്നുമല്ല, സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ എന്നൊക്കെ പറയുമ്പോൾ IAS IPS പോലെ അല്ലെങ്കിൽ SSC പോലുള്ള എക്സാം ടൈപ്പിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പഠന രീതി മാറ്റണമെന്ന് ആദ്യമേ നമ്മൾ പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ റെഫർ ചെയ്യാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. റെഫർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകാല ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ പേപ്പറുകൾ ഉണ്ടാവും. രണ്ടാമത് നമ്മൾ നൽകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുൻകാല ചോദ്യങ്ങൾക്ക് പുറമേ നമ്മൾ നൽകുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി ഇങ്ങനെ തുടങ്ങിയ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ലീഡേഴ്സിൻ്റെ റെഫറൻസുകൾ നമ്മൾ നൽകുന്നുണ്ട്. ഇനിയും മൂന്നാമതായി നമ്മൾ നൽകുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി വർക്കൗട്ട് നോട്ടുകൾ, നിങ്ങൾക്ക് ഡെയിലി പഠിക്കാനുള്ള നോട്ട്സുകൾ നൽകുന്നുണ്ട്. ഇനിയും അതിനും ഏറ്റവും പ്രധാനപ്പെട്ടത് മോക്ക് ടെസ്റ്റുകളാണ്. ടെസ്റ്റുകൾ ചെയ്ത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ ക്ലാസ്സുകൾ നിങ്ങളുടെ മുൻപിലേക്ക് നൽകുന്നത്. ഇത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. avoda.com എന്ന് പറഞ്ഞ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജ് ആയിരിക്കും കാണുന്നത്. അതിൽ തന്നെ അവോദ ഇന്ത്യസ് ലാർജസ്റ്റ് സ്കിൽ ട്രെയിനിങ് പ്ലാറ്റ്ഫോം എന്നുള്ള പേജിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്ക് നിങ്ങൾ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇതിൽ നിന്നും നിങ്ങൾക്ക് അസിസ്റ്റിംഗ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഫോമിലേക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ഒരു പേജിലേക്ക് ഓപ്പൺ ആക്കുമ്പം ഇമെയിൽ അഡ്രസ്സിലെ പാസ്വേഡ്, സൈൻ ഇൻ വിത്ത് ഗൂഗിൾ, നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് നിങ്ങൾ ഓൾറെഡി ഗൂഗിൾ, അതായത് നിങ്ങളുടെ മെയിൽ ID വെച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കുക. അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുന്നതായിരിക്കും. ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ഫോമിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് കോഴ്സസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗത്തേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോഴ്സ് ഏതാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയും LDC എന്ന് പറഞ്ഞിരിക്കുന്ന കോഴ്സിലേക്കാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ LDC ആണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് നിങ്ങളുടെ കോഴ്സുകളുടെ ഞാൻ ആദ്യമേ പറയേണ്ടതായിട്ട് 10 സിലബസ് ബേസ്ഡ് കോഴ്സുകളാണെന്ന് പറഞ്ഞു. 10 സിലബസ് ബേസ്ഡ് കോഴ്സുകൾക്ക് പുറമെ ഒരു സ്റ്റഡി കിറ്റ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറയുണ്ടായി. അപ്പോൾ ഇതിനകത്ത് 10 സിലബസ് ബേസ്ഡ് കോഴ്സുകളാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് ഞാൻ ആദ്യമേ പറയേണ്ടത് സിമ്പിൾ അരിത്തമെറ്റിക് ഉണ്ട്, മെൻ്റൽ എബിലിറ്റി ഉണ്ട്, അതേപോലെ ജനറൽ സയൻസ് ഉണ്ട്. അപ്പം ഈ മാത്സിനെ തന്നെ 2 രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ തന്നെ ഇംഗ്ലീഷ് വൊക്കാബുലറിയും മലയാളവും 2 രീതി തന്നെയാണ് അവിടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മാതൃഭാഷയായ നമുക്ക് മലയാളത്തിലേക്കൊന്ന് നോക്കാം. മലയാളം എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ജനറൽ നോളജ് മലയാളം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജനറൽ മലയാളത്തിൽ എങ്ങനെയാണ് ക്ലാസ് വരുന്നത് നമുക്ക് നോക്കാം. ഇങ്ങനൊരു ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് കണ്ടിന്യൂ കോഴ്സ് കൊടുക്കുക. കണ്ടിന്യൂ കോഴ്സ് എടുക്കുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ ക്ലാസ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, അതേപോലെ പദശുദ്ധി, വാക്യശുദ്ധി, ഇങ്ങനെ കാണാൻ പര്യായ പദങ്ങൾ, പരിഭാഷ, ഒറ്റപ്പദം, ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ടോപ്പിക്കുകൾ കാണാൻ സാധിക്കും. ഇതിനകത്ത് നമുക്ക് വാക്യശുദ്ധി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ക്ലാസ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഓക്കെ, ഈ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പം മലയാളം എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യശുദ്ധി നിങ്ങൾ കണ്ടു. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്, അല്ലെങ്കിൽ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി കിറ്റ് ആണ് അല്ലേ. എന്താണ് ഈ സ്റ്റഡി കിറ്റ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. സ്റ്റഡി കിറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ കണ്ടിന്യൂ കോഴ്സ് കൊടുക്കുക. കണ്ടിന്യൂ കോഴ്സ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് സ്റ്റഡി കിറ്റിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലെഫ്റ്റ് സൈഡിൽ ഡെയിലി വർക്കൗട്ട് നോട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം 10ഓളം വർക്കൗട്ട് നോട്ടുകൾ കിടപ്പുണ്ട്. അതിനുശേഷം നമ്മൾ യൂണിറ്റ് തരത്തിൽ നമ്മളിതിനെ മാറ്റിയിട്ടുണ്ട്. സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. അതേപോലെ തന്നെ SCERT നോട്ട്ബുക്കുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതായത് 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള SCERT നോട്ട്ബുക്കുകൾ.
വീണ്ടും ഡെയിലി വർക്കൗട്ട് നോട്ട് വരികയാണ്. ഏകദേശം 11 തൊട്ട് 20 വരെ വന്നു കഴിഞ്ഞു. അടുത്തത് വരുന്നത് യൂണിറ്റ് 6ലേക്ക് മൂവ് ചെയ്യുന്നു. അതേപോലെ യൂണിറ്റുകൾ, അതായത് ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാട്ടുപുഴ വേലായുധ പണിക്കർ, ഇക്കണ്ട വാര്യർ, ഇങ്ങനെ തുടങ്ങി മെയിനായിട്ടുള്ള നമ്മളുടെ ചരിത്ര നായകന്മാരെ പറ്റിയുള്ള ഡീറ്റെയിൽസുകൾ കാണാൻ പറ്റും. ഇതിനകത്ത് ഞാൻ ഒരാളുടെ ഇപ്പം AJ ജോൺ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. എങ്ങനെയായിരിക്കും ഇത് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഡെയിലി വർക്കൗട്ട് നോട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഡെയിലി നിങ്ങൾക്കൊരു ലിങ്ക് കാണാൻ പറ്റും. ഈ ലിങ്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ഇത് നമുക്ക് ഫോണിനകത്താണെങ്കിലും ലാപ്ടോപ്പിലായാലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് തന്നെ. അതിനുശേഷം നിങ്ങളതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ഡ്രൈവിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് ആ ഒരു PDF നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ PDF ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നത്. ഇവിടെ കാണാൻ സാധിക്കും ഈ നബി നാണയം എന്ന കൃതി രചിച്ചത് ആരാണ്. ഡെയിലി വർക്കൗട്ട് നോട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഡെയിലി വർക്കൗട്ട് നോട്ടിൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഡെയിലി വർക്കൗട്ട് നോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഡെയിലി വർക്കൗട്ട് നോട്ടിൽ ഞാൻ ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇവിടെ ഡെയിലി വർക്കൗട്ട് നോട്ട് 3 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. ഈ ലിങ്ക് നിങ്ങൾക്ക് മൊബൈൽ ഫോണിലോ ലാപ്ടോപ്പിലോ നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് നമ്മളത് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഫോമിലായിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം നബി നാണയം എന്ന കൃതി രചിച്ചത് ആര്? സയ്യിദ് സനഉല്ല മുക്തി തങ്ങൾ. ഇങ്ങനെ കാണുന്നില്ലേ? ഇങ്ങനെ തുടങ്ങി നമുക്ക് ഏകദേശം 25 തൊട്ട് 50ഓളം ക്വസ്റ്റ്യൻസ് പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഡെയിലി നോട്ട് വരുമ്പോഴത്തേക്ക് 50ലേക്ക് മാറും, അതിനുശേഷം 100ലേക്ക് മാറും. നമുക്ക് 1 by 1 ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ആ രീതി നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ ഡെയിലി വർക്കൗട്ട് നോട്ടുകളും അതേപോലെ തന്നെ താഴേക്ക് വരുമ്പോഴത്തേക്ക് ലീഡേഴ്സുകളും ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സ്, അതേപോലെ പിന്നെ മെയിനായിട്ട് നമുക്ക് വരേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റുകളാണ്. മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അൺലിമിറ്റഡ് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ നൽകിയിട്ടുണ്ട്. ഈ മോക്ക് ടെസ്റ്റുകളും ചെയ്ത് പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റെഫറൻസിന് വേണ്ടി മാത്രമാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. റെഫർ ചെയ്ത് പോവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലാസ്സുകൾക്ക് പുറമെ നല്ല രീതിയിൽ നിങ്ങൾക്ക് റെഫർ ചെയ്ത് പഠിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അത്തരം ഒരു കാര്യം നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക, വിജയിച്ച് മുന്നോട്ട് വരിക. ഓക്കെ, താങ്ക് യു. അപ്പോൾ പഠിക്കുക, പഠിച്ച് മനസ്സിലാക്കുക, മനസ്സിരുത്തി തന്നെ പഠിക്കുക. അതിന് കോഡിങ്ങിലൂടെയുള്ള പഠനം നിങ്ങൾക്ക് വേണ്ടി അവബോധ ഒരുക്കിയിരിക്കുന്നത്. പഠിച്ച് നിങ്ങൾ മുന്നേറുക, നിങ്ങൾക്ക് വിജയപഥത്തിലേക്ക് എത്താൻ പറ്റും. എല്ലാവരുടെയും ഒരു ഡ്രീം ജോബാണ് ഗവൺമെൻറ് ജോബ് എന്നുള്ളത്. അത് 2024 നിങ്ങൾക്ക് യാഥാർത്ഥ്യമാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം ഇത്രയധികം ഒഴിവുകളും ഇത്രയധികം വേക്കൻസികൾ വരുന്നതിന് പുറമെ ഇത്രയധികം എക്സാമുകളും വരുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ചരിത്ര നിമിഷത്തെ നിങ്ങളുടെ ഡ്രീം ജോബിലേക്ക്, അല്ലെങ്കിൽ സ്വപ്നതുല്യമായ ഈ ജോബിലേക്ക് നിങ്ങൾക്ക് നടന്നു നീങ്ങാൻ ഇപ്പോൾ തന്നെ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.